നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പരാജയത്തിന്റെ കഥ കൂടെ പറയാനുണ്ടാകും, അല്ലേ? യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് പരാജയം എന്നുള്ളത്. സത്യത്തിൽ പരാജയം ഒന്നിന്റെയും ഒരു അവസാനമല്ല. അത് വെറും ഒരു തുടക്കം മാത്രമാണ്. നാം പരാജയപ്പെടുമ്പോൾ അതിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്നുകൂടെ നമ്മുടെ കഴിവിനെ ഇംപ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. നാം ഒരു വിഷയത്തിൽ പരാജയപ്പെടുമ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ നാം ഒരു വിഷയത്തിൽ പരാജയപ്പെടുമ്പോൾ അതോടുകൂടെ അത് സ്റ്റോപ്പ് ചെയ്തു വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും പരാജിതരാകുന്നത്. പരാജയം നമ്മെ മൂന്ന് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു എക്സാമിനോ അതല്ലെങ്കിൽ ഇന്റർവ്യൂക്കോ അറ്റൻഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ പരാജയപ്പെടുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ പാഠം എന്ത് കാരണം കൊണ്ടാണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ പരാജയപ്പെട്ടു. അപ്പൊ നമുക്കുണ്ടാകുന്ന പഠനം എന്താണ്? എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂവിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടത്, പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നത് നമ്മൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഒന്നാമത്തെ വിഷയം. പരാജയം കൊണ്ട് നാം പാഠമാക്കേണ്ട ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇന്റർവ്യൂ അതല്ലെങ്കിൽ എക്സാമിൽ പങ്കെടുത്തു. ആ എക്സാമിൽ നമ്മൾ റിജക്റ്റ് ആയി, എക്സാമിൽ നമ്മൾ ഫെയിലായി. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ്? എൻ്റെ അധ്വാനത്തിന്റെ കുറവ് കൊണ്ടാണോ? ഞാൻ പഠിച്ചതിന്റെ വ്യത്യാസം കൊണ്ടാണോ? അതെല്ലാം ഒന്ന് അന്വേഷിച്ചുകൊണ്ട് അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ആ പരാജയത്തെ വീണ്ടെടുത്ത് ജയത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അങ്ങനെ രണ്ടാമത്തെ വിഷയമാണ് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്. ആ ഒരു അറിവ് കൂടെ നമുക്ക് പരാജയത്തിലൂടെ കിട്ടും. മൂന്നാമതായി പരാജയത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠം, നാം ഒന്നുകൂടെ ശക്തനാകുന്നു. എന്തൊരു വിഷയത്തിലാണ് നമ്മൾ പരാജയപ്പെട്ടത്, ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് തെറ്റ് മനസ്സിലാക്കി ഇനി പുതുതായി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തെ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യമുള്ളതിനേക്കാൾ നമ്മൾ ഒന്നുകൂടെ ശക്തനാവുകയാണ് ആ വിഷയത്തിൽ. പരാജയം കൊണ്ട് നമുക്ക് മൂന്ന് നേട്ടങ്ങളാണ് കിട്ടുന്നത്. ഫെയിലിയർ ഈക്വൽ ടു ലേണിംഗ് എന്നാണല്ലോ പറയാറ്. നമ്മൾ ഒന്ന് പരാജയപ്പെടുമ്പോൾ അത് അപ്പാടെ അവിടെ നിർത്താതെ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിലെ മാറ്റങ്ങളും നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരാജയം എന്തുകൊണ്ടാണ് നമുക്ക് വന്നത് എന്നതിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് അതിൽ ഞാൻ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത് എന്ന് നോക്കിക്കൊണ്ട് അതിൻ ട്രൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ സക്സസിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ ഓരോ പരാജയവും നമ്മുടെ വിജയത്തിലേക്കുള്ള ഓരോ പടിപടിയായി വേണം നമ്മൾ കണക്കാക്കാൻ. അങ്ങനെ അതിൽ അനലൈസ് ചെയ്തുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. നാം പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ദുഃഖിച്ചിരിക്കേണ്ട യാതൊരുവിധ ആവശ്യവും നമുക്കില്ല. നാം ഒരു വിഷയത്തിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടെ സ്ട്രോങ് ആകുന്നു, നമ്മൾ ഒന്നുകൂടെ റെഡി ആകുന്നു, നമുക്ക് എന്തും നേരിടാനുള്ള സ്ട്രെങ്ത് നമുക്കുണ്ടാവുന്നു. അതാണ് നമ്മൾ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ട് വീണ്ടും അതിൽ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രൂവ്മെന്റ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഇംപ്രൂവ് ഉണ്ടാകും. നമ്മളെല്ലാവരും പരാജയത്തെ ഭയപ്പെടാതെ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയമുണ്ടാവുക. ആ വിജയത്തെ മറ്റുള്ളവർ ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ പരാജയപ്പെട്ട് വിജയിക്കുന്ന ആൾക്ക് അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം കൊണ്ട് ഈ ലോകമല്ല ഇൻസ്പയർ ആകുന്നത്. നമ്മുടെ വിജയം കൊണ്ട് അതിനേക്കാൾ ഉപരി നാം തന്നെയാണ് ഇൻസ്പയർ ആകുന്നത്. ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ മുൻകാല ജീവിതങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപാട് പരാജയപ്പെട്ടതിന് ശേഷമായിരിക്കും അവർ ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു വട്ടം ജീവിതത്തിൽ പരാജയപ്പെടുന്നതോടുകൂടെ നമുക്കിവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ തിരുത്തലുകൾ സൃഷ്ടിച്ചുകൊണ്ട് സ്ട്രോങ് ആയിക്കൊണ്ട് നിൽക്കുക. ഒരു ദിവസം നിങ്ങളും വിജയിക്കും.